നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷ് എന്ന മരട് ആനക്കാട്ടിൽ ആന്റണി മകൻ അനീഷിന്റെ കാപ്പ നിയമപ്രകാരമുള്ള കരുതൽ തടങ്കൽ കേരള സർക്കാർ ശരിവച്ചു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ കൊലപാതകം ഉൾപ്പെടെ 46ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മരട് അനീഷിനെ നവംബർ 8-നാണ് കാപ്പ നിയമപ്രകാരം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തടവിലാക്കിയത്. ഇതേ തുടർന്ന് അനീഷ് കാപ്പ അഡ്വൈസറി ബോർഡിന് മുൻപാകെ അപ്പീൽ സമർപ്പിച്ചു. അപ്പീൽ വാദം കേട്ട ശേഷം ബോർഡ് കരുതൽ തടങ്കൽ 6 മാസത്തേക്ക് നിജപ്പെടുത്തി സർക്കാരിന് ശുപാർശ നൽകുകയായിരുന്നു. ഇതോടെ ആഭ്യന്തര വകുപ്പ് കാപ്പ നിയമപ്രകാരമുള്ള കരുതൽ തടങ്കൽ 6 മാസക്കാലത്തേക്ക് സ്ഥിരപ്പെടുത്തുകയായിരുന്നു. നിലവിൽ അനീഷ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലാണ്. മരട് അനീഷിനെ വിയൂർ സെൻട്രൽ ജയിലിനുള്ളിൽ വധിക്കാൻ ശ്രമം നടന്നിരുന്നു. ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിലും തലയിലും ദേഹത്തും മാരകമായി മുറിവേൽപ്പിച്ചു. കൊച്ചിയിലെ മറ്റൊരു ഗുണ്ടാ നേതാവ് അമ്പായത്തോട് അഷ്റഫ് ഹുസൈനാണ് ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച ജയിൽ ഉദ്യോഗസ്ഥനായ ബിനോയ്ക്കും മർദ്ദനമേറ്റു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ശസ്ത്രക്രിയക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മരട് അനീഷിനെ കൊച്ചി സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്ത് വിയൂരിലെത്തിക്കുകയായിരുന്നു. ഓപ്പറേഷൻ മരട് എന്ന പേരിട്ട നീക്കത്തിൽ പങ്കെടുത്തത് സിറ്റി പോലീസിന്റെ സായുധ പോലീസ് സംഘമാണ്. തോക്കുൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിക്കാറുള്ള അനീഷ് തമിഴ്നാട്ടിൽ DMK MLA തട്ടിക്കൊണ്ടുപോയ കേസിലടക്കം മുഖ്യപ്രതിയാണ്. കേരളത്തിൽ മാത്രം ഇയാൾക്കെതിരെ 46-ലധികം ക്രിമിനൽ കേസുകളുണ്ട്. വിചാരണ നേരിട്ട ഇംതിയാസ് വധക്കേസിൽ കോടതി അനീഷിനെ വിട്ടയച്ചിരുന്നു. ഗോവയിൽ വെച്ച പവർ ബൈക്കിൽ നിന്നും വീണ് തോളലിന് പരിക്കേറ്റെന്ന് പറഞ്ഞാണ് സ്വകാര്യ ആശുപത്രിയിൽ അനീഷ് ചികിത്സ തേടിയത്. ആശുപത്രിയിൽ അനീഷിന്റെ സാന്നിധ്യം ഉറപ്പാക്കി ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കാത്തിരുന്ന പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബൈക്ക് അപകടത്തിൽ വലത്തെ തോളിൽ നിന്നും മാംസപേശി വേർപെട്ട നിലയിലാണ് അനീഷ് ആശുപത്രിയിലെത്തിയത്. അനീഷിന്റെ എതിർചേരിയിൽപ്പെട്ട ഗുണ്ടാ സംഘവുമായുള്ള സംഘട്ടനത്തിൽ പരിക്കേറ്റാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഒക്ടോബർ 31-ന് നെട്ടൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച തിരുവല്ലയിൽ തള്ളിയ കേസിലും 2022-ൽ തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതക ശ്രമക്കേസിലുമാണ് അറസ്റ്റ് ഉണ്ടായത്. അനീഷിനെതിരെ കളക്ടർ കാപ്പ ചുമത്തിയിരുന്നു. വിയൂർ സെൻട്രൽ ജയിലിൽ കൊലപ്പെടുത്തുവാനുള്ള ശ്രമം നടന്നതിനാൽ പിന്നീട് ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. കേരളത്തിന് അകത്തും പുറത്തുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആനക്കാട്ടെ വീട്ടിൽ അനീഷ് ആന്റണി എന്ന മരട് അനീഷ്. കൊച്ചി കേന്ദ്രീകരിച്ച വൻ ഗുണ്ടാ സംഘവും ഇയാൾക്കുണ്ട്. നേരത്തെ പലതവണ മരട് അനീഷിനെ പോലീസ് പിടികൂടിയിരുന്നു. കുഴൽപ്പണം, മയക്കുമരുന്ന് കടത്ത്, വധശ്രമം, ഗുണ്ടാക്രമണം തുടങ്ങിയ കേസുകളിലാണ് മരട് അനീഷ് നേരത്തെ ഉൾപ്പെട്ടിരുന്നത്. ഇയാളെ വാളയാർ അതിർത്തിക്ക് സമീപം പോലീസ് സിനിമാ സ്റ്റൈലിൽ പിടികൂടിയതും വാർത്തയായിരുന്നു. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൂടാതെ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും വിവിധ കേസുകളിൽ പ്രതിയാണ്. കേരളത്തിൽ മാത്രം കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, ഗുണ്ടാ പിരിവ് തുടങ്ങി 45ഓളം കേസുകളിൽ പ്രതിയാണ്. മരട് അനീഷ് കേരള പോലീസ് ഗുണ്ടാ ലിസ്റ്റിലെ പ്രധാനികളിൽ ഒരാൾ കൂടിയാണ്. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്ന പ്രതിയെ ചില കേസുകളിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. സാന്റാക്ലോസ് വേഷം ധരിച്ചും കൊലപാതകം നടത്തിയിട്ടുണ്ട്. 15 വർഷങ്ങൾക്ക് മുൻപ് കുണ്ടന്നൂരിൽ വ്യാപാരിയെ രാത്രി വഴിയിൽ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തിവെച്ച് പണം തട്ടിയ കേസിലാണ് അനീഷ് ആദ്യം പിടികൂടുന്നത്. നെട്ടൂരിലെ ഭായ് നസീറിന്റെ കൊട്ടേഷൻ സംഘത്തിലൂടെ വളർന്ന അനീഷ് പിന്നീട് ഇതേ സംഘത്തിനെതിരായി. ഭായ് നസീറും അനീഷും തമ്മിലുള്ള ഗുണ്ടാ കുടിപ്പക കത്തി നിന്ന കാലത്ത് കൊച്ചിയെ നടുക്കിയ ഇംതിയാസ് വധക്കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ അനീഷിനെ കോടതി വെറുതെ വിട്ടത് പോലീസിന് നാണക്കേടായിരുന്നു. സാന്റാക്ലോസ് വേഷം ധരിച്ച കൊലയാളികൾ കാർ തടഞ്ഞു നിർത്തി ഇംതിയാസിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. തട്ടിപ്പുകൾക്ക് മറയിടാൻ ഇടക്കാലത്ത് ഹോട്ടൽ ബിസിനസ്സിലേക്ക് ചുവടുമാറിയിരുന്നു. കൊച്ചിയിലും പരിസരത്തും അടുത്തിടെ ഉയർന്ന ചില ഹോട്ടലുകളിൽ അനീഷിന്റെ രഹസ്യ നിക്ഷേപം ഉണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. എങ്കിലും കൊള്ളയും കൊട്ടേഷനും തുടർന്നു. 2019 പാലക്കാട് ദേശീയപാത മുണ്ടൂർ പന്നിടം പായം വളവിൽ കാറിൽ കൊണ്ടുപോയ 96 ലക്ഷം രൂപ കുഴൽപ്പണം കവർന്ന കേസിലെ മുഖ്യ പ്രതി കൂടിയാണ് മരട് അനീഷ്.